ഒരു വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജലന്ധർ രൂപത 1971 ആകുന്നത്. അതിനുശേഷം 1972 മാർച്ചിലാണ് സിംബോറിയൻ കീപ്രത്ത് പിതാവിനെ അവിടുത്തെ രൂപതാധ്യക്ഷനായിട്ട് മെത്രാഭിഷേകം നടത്തുന്നത്. അതിനുശേഷം നീണ്ട കാല ഇളവിന് ശേഷമാണ് പാലാ രൂപതയിൽ നിന്ന് വീണ്ടും ജലന്ധറിലേക്ക് മെത്രാനെ നിയമിക്കുന്നത്. കിപ്രത്ത് പിതാവിനോടുകൂടെ വളരെയധികം സഹകരിച്ച് ജോലി ചെയ്തതിൻ്റെയൊക്കെ അനുഭവ സമ്പത്ത് ഉണ്ട്. ജലന്ധറിൽ മറ്റു പല കർമ്മവേദികളിലൂടെ പോകുവാനും ഇതിനു വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ദൈവം വളരെ കരുണയോടെ ഒരുക്കി തയ്യാറാക്കി എന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. ജലന്ധർ രൂപത ഒരു പിതാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 6.5-7 വർഷത്തോളമായി. ദൈവത്തിന് നന്ദി പറയുകയാണ്. അവിടുത്തെ കരുണാർദ്രമായ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ശാലോം കുടുംബാംഗങ്ങള്, ശാലോം പ്രേക്ഷകര്, ഇവരുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞാൻ യാചിക്കുകയാണ്. ജൂലൈ 12 സെക്കൻഡ് സാറ്റർഡേ ആണ് മെത്രാഭിഷേകം ജലന്ധറിൽ വെച്ചിരിക്കുന്നത്. ജലന്ധർ രൂപതയുടെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടപ്പോൾ ഒരു തരത്തില് വലിയൊരു ആശ്വാസമാണ് ഉണ്ടായത്. കാരണം പല വർഷങ്ങളായിട്ട് അവിടെ അഡ്മിനിസ്ട്രേഷനിലാണ്. ഞാൻ ഫൈനാൻസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് 3 വർഷം ഇപ്പോൾ ജോലി ചെയ്തു. മറുഭാഗത്ത് ഇതിൻ്റെതായിട്ടുള്ള ആകാംക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത്ര വലിയൊരു രൂപതയാണ്. അവിടെയുള്ള ജനങ്ങളുടെ ആഗ്രഹങ്ങള്, അവരുടെ പ്രതീക്ഷകള് അതിനോടൊത്ത് ഉയരാനും ദൈവിക പദ്ധതി മനസ്സിലാക്കി വേണ്ട വിധത്തിൽ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ജലന്ധർ രൂപതയുടെ നമ്മുടെ കത്തോലിക്ക വിശ്വാസികൾ ഏകദേശം ഒരു 1.25 ലക്ഷത്തോളം കത്തോലിക്ക വിശ്വാസികളുണ്ട്. ദൈവവിളികൾ അവിടെ ഇപ്പോഴുള്ള സാഹചര്യമാണ്. അത് അല്പം കൂടിയെങ്കിലും വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ജലന്ധർ രൂപതയുടെ വെല്ലുവിളികൾ പലതരത്തിലുള്ളതാണ്. പ്രധാനമായിട്ടും ഉള്ള വെല്ലുവിളി നമ്മുടെ കുടുംബങ്ങളെ കൂട്ടി നിർത്തുക, യോജിപ്പിക്കുക, അവരെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ച് വിശ്വാസത്തിൽ അവരെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ രൂപത ഒരു പുതിയ നവീകരണത്തിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ആ വിശ്വാസ പരിശീലനം, വിശ്വാസത്തിൽ അവരെ ഒരുമിച്ച് നിർത്തുമ്പോൾ തന്നെ മറ്റ് ഉള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഫ്രീ ചർച്ച് പാസ്റ്റേഴ്സ് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ വിശ്വാസികളെ ഒത്തിരി അവരെ അതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതൊരു വലിയൊരു ചലഞ്ചായിട്ടാണ് യഥാർത്ഥത്തിൽ അത് കാണുന്നത്. ഞാൻ ആദ്യം പ്രാഥമിക പഠനം ലിറ്റിൽ ഫ്ലവർ ചെമ്പലമറ്റം പള്ളിക്കൂടത്തിലാണ് 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് 5 മുതൽ ചാമ മെമ്മോറിയൽ ഹൈസ്കൂൾ കാളകെട്ടിയിൽ പഠിച്ചത്. 78 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം ഞാൻ ജലന്ധർ രൂപതയിൽ ചേർന്ന് തൃശൂർ മൈനർ സെമിനറിയിലാണ് പഠിച്ചത്. അതിനുശേഷം സെന്റ് ചാൾസ് സെമിനറി നാഗ്പൂർ ഫിലോസഫിയും തിയോളജിയും പഠിച്ച് 1991 മെയ് 1 എൻ്റെ പൗരോഹിത്യം അഭിഷേകം നടന്നത്. അതിനുശേഷം ഞാൻ ജലന്ധറിലുള്ള പല ഇടവകളിൽ അസിസ്റ്റന്റായിട്ടും വികാരിയായിട്ടും സ്കൂളുകളുടെ ഡയറക്ടർ, പ്രിൻസിപ്പൽ. അതിനുശേഷം ഞാൻ ഉപരിപഠനത്തിനായി 2002 റോമിലേക്ക് ഉർബാനിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. കാനൻ ലോയിൽ ലൈസൻഷ്യേറ്റ് എടുത്ത് 2004 കഴിഞ്ഞ് തിരിച്ചെത്തി. അതിനുശേഷം ആദ്യം വൈസ് ചാൻസലറായിട്ടും പിന്നീട് ചാൻസലറായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ റീജിയണൽ സെമിനറി ഹോളി ട്രിനിറ്റി റീജിയണൽ മേജർ സെമിനാരിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് തിയോളജി അതുപോലെ പ്രൊഫസർ ആയിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. അതോടൊപ്പം തന്നെ രൂപതയുടെ ചാൻസലറായിട്ടും ജുഡീഷ്യൽ വികാറായിട്ടും 2020 വരെ ജോലി ചെയ്തു. അതിനുശേഷം കത്തീഡ്രൽ വികാരിയായിട്ടും 2022 വീണ്ടും തിരിച്ച് രൂപത ഫൈനാൻസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് തിരിച്ച് വന്നു. ഇപ്പോൾ ഞാൻ
രൂപതയുടെ ഫൈനാൻസ് അഡ്മിനിസ്ട്രേറ്റർ, അതിനോട് ചേർന്ന് സെന്റ് ജോസഫ് ഇടവക പകവാട ഒരു 20 കിലോമീറ്റർ ജലന്ധറിൽ നിന്നുണ്ട്. അവിടുത്തെ വികാരിയും സ്കൂളിന്റെ ഡയറക്ടറും ഒക്കെ ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. കരിസ്മാറ്റിക് ധ്യാനങ്ങള് കൺവെൻഷനുകള് ആദ്യമായിട്ട് നടത്തിയത് 1995 ജൂൺ മാസത്തില്. അത് വലിയ ഒരു അനുഭവമായിരുന്നു. ഇടവകയ്ക്ക് മാത്രമല്ല, പഞ്ചാബിൽ നിന്ന് മുഴുവൻ തന്നെ ആൾക്കാർ അവിടെ വന്ന് താമസിച്ച് 5 ദിവസത്തെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഒത്തിരിയേറെ അനുഭവങ്ങള്, സൗഖ്യങ്ങള്, അതിനേക്കാൾ ഉപരിയായി വലിയ മനോഭാവത്തില് വ്യത്യാസം. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഞങ്ങള് ഒരു 4-5 അച്ഛന്മാര് ഒരുമിച്ച്, പ്രത്യേകിച്ച് രൂപതയുടെ ജൂബിലിയുടെ സമയത്ത് ഒരു വർഷം മുഴുവനും വെള്ളി, ശനി, ഞായർ കൺവെൻഷൻ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തുന്നതിലൊക്കെ സഹായിക്കുകയും അതിൽ പങ്കാളിയാകുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബിൽ പൊതുവെ ജനങ്ങള് സൗഹൃദ മനസ്ഥരാണ്. നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ അതുപോലെ അകമഴിഞ്ഞ് നമ്മോട് സ്നേഹിക്കുകയും നമ്മളോട് വിശ്വസ്തത കാണിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ കാലയളവില് അല്പസ്വല്പം ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. അത് പ്രത്യേകമായിട്ടും ഫ്രീ ചർച്ച് മൂവ്മെന്റ്, അതില് ഉള്ള പാസ്റ്റേഴ്സ് ഒരു പ്രത്യേക തരത്തില് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന സംഭവ വികാസങ്ങൾ വരുമ്പോൾ പല കമ്മ്യൂണിറ്റിക്കും അത് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ അസ്വസ്ഥത പ്രതിഫലിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സഭ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെയൊക്കെയാണ്. എങ്കിലും നമ്മൾ വളരെ സൗഹൃദമായിട്ടുള്ള ബന്ധമാണ് സിഖ് കമ്മ്യൂണിറ്റി, SGPC അവരുമായിട്ടൊക്കെ നമ്മൾ വളരെ സൗഹൃദത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉള്ള ഒരു സാഹചര്യമില്ല. കേരള സഭയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ മിഷൻ ഓറിയന്റേഷൻ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മിഷൻ ചൈതന്യത്തിലൂടെയാണ് ഞാനും എന്നെ പോലെ മറ്റ് അനേകരും കേരളത്തിന് പുറത്തുള്ള രൂപതകളിലേക്കൊക്കെ പോയി മിഷൻ പ്രവർത്തനവും സഭാ പ്രവർത്തനവും സന്യസ്ത ജീവിതവും ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇനിയും തുടരണം എന്നുള്ളതാണ്. സഭ ചുരുങ്ങിപ്പോകാതെ വികസിതമായി വിപുലീകരിച്ച് എല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ മണവാട്ടിയായ സഭ വിഭജിക്കപ്പെടാതെ ഐക്യത്തില് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. യഥാർത്ഥത്തില് ഒരു വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതം. അതായത് അമ്മച്ചി ഇന്റർവ്യൂല് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞ് ഉദരത്തിൽ ഉണ്ടാകുന്ന ആ ദിവസം മുതൽ, ഉണ്ടെന്ന് അറിയുന്ന ആ ദിവസം മുതൽ ആ കുഞ്ഞിന് വേണ്ടി ഒരു നന്മ നിറഞ്ഞ അറിയുമെങ്കിലും സ്പെഷ്യലായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ച്, അതുപോലെ അമ്മയുടെ താരാട്ടുപാട്ട്, സഭയുടെ ശുശ്രൂഷ, മിഷൻ ചൈതന്യം, ക്രിസ്തുവിന് വേണ്ടി മോനെ നീ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ അത് സ്വാധീനിക്കുന്നുണ്ട്. അത് മാതാപിതാക്കന്മാരുടെ സഭയോടുള്ള സ്നേഹം അത് മക്കളിലേക്ക് പകരുന്നുണ്ട് എന്നുള്ളതിൻ്റെ യഥാർത്ഥ തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 10 മക്കളില് 5 പേരിൽ 2 പേര് ഞങ്ങൾ പുരോഹിതരും 3 പേര് സന്യാസ സഭയിലെ അംഗങ്ങളുമായി ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നു. വിവാഹ ജീവിതത്തിൽ കുടുംബജീവൻ നയിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും അവരവരുടെ ഇടവകളിൽ പ്രേക്ഷിത തീക്ഷ്ണതയോടെ അവരും പ്രവർത്തിക്കുന്നതായിട്ട്. പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ. ചാരേ കിഴക്ക് സൂര്യൻ മലകളിൽ കുങ്കുമം ചാത്തിടുമ്പോൾ ദൂരെ കുന്നു കയറി വിളകൊയ്യാൻ പോക നീ വന്നിഴകേ. കറുപ്പുമേശി ഇളഭൂവി കുരിരു മൂടിടുമ്പോൾ മഞ്ഞുമഴ സഹിപ്പാൻ പുതുമതം ഉള്ളി വേഗം വളരൂ. നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാൻ ആളുകളിലധികം. സ്നേഹത്തിങ്കാനം പാടി വിളവെഴുതാൻ പോകാൻ നീ കന്നരാകേ.
യഥാർത്ഥത്തിൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മാന്യതയല്ല, തീഷ്ണത കൂടുന്നതായിട്ടാണ്. കാരണം ഈ കോവിഡ് കാലത്ത് പള്ളികളിൽ കയറാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മളുടെ ഡിവിന മിസറിക്കോർദിയ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന പേരിൽ ഒരു അൽമായ സമൂഹം പ്രാർത്ഥനാ ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ടാക്കി. അപ്പൊ അതിലേക്ക് ലോകരാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഇന്റർസെസറി പ്രെയർ ആയിട്ടാണ് അത് തുടങ്ങുന്നത്. അപ്പൊ ഞാനതിൽ ജോയിൻ ചെയ്തു. അതിൽ എനിക്ക് ഗയാന എന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഓരോ ദിവസവും നമ്മളൊരു കരുണക്കൊന്ന് ചൊല്ലി ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പിന്നീട് അത് സൂം പ്രെയർ സാധ്യമായപ്പോൾ സൂം പ്രെയറിലൂടെ പല രാജ്യങ്ങളിലുള്ള ആളുകൾ, നമുക്ക് സമയം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഡിവൈൻ മേഴ്സിയുടെ ഭക്തി വളരെ വ്യാപകമായിട്ട് അൽമായരുടെ തീഷ്ണതയിൽ വളർന്നു വന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയതാണ്, അൽമായ പ്രേക്ഷിതരുടെ ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഇത് സഭയ്ക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഡിവിന മിസറിക്കോർദിയ ഇന്റർനാഷണൽ മിനിസ്ട്രി 24 hours ലൈവായിട്ട് പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ജലന്ധർ രൂപതയുടേതായിട്ടുള്ള ഒരു റിട്രീറ്റ് സെന്റർ ഉണ്ട്, പ്രാർത്ഥനാ ഭവൻ ഉണ്ട് ലുധിയാനയുടെ അടുത്ത്. അവിടെ റെഗുലറായിട്ട് നമ്മുടെ പ്രാർത്ഥന കൺവെൻഷൻസ്, റിട്രീറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ, വ്യാഴം, വെള്ളി, ശനി ഈ ദിവസങ്ങളിൽ താമസിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള അവസരമുണ്ട്. എല്ലാ ഇടവകളിലും തന്നെ ആരാധന, വിശുദ്ധ കുർബാനയുടെ ആരാധന, വിശുദ്ധ കുർബാന അത് എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ആളുകൾക്ക് വലിയ ആശ്വാസവും വലിയ അനുഗ്രഹവും അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മുടെ വിശ്വാസികള് വളരെ ഊർജ്ജസ്വലരായി സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ദൈവപരിപാലനയിൽ ഞാൻ നോക്കുമ്പോൾ, തീരെ കൊച്ചായിരിക്കുമ്പോൾ ഒരു സൈക്കിൾ കയറിപ്പോയി, അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ റോഡിൽ കൂടെ പോയി തെന്നി തോട്ടിലേക്ക് വീണു. അപ്പൊ വീണപ്പോൾ താഴെ കല്ലുണ്ടെങ്കിലും അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ പരിപാലന എത്ര കൃത്യമായിട്ട് നമ്മെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സൺഡേ ശാലോം പ്രേക്ഷകര് തീർച്ചയായിട്ടും ദൈവിക ആത്മീയ വളർച്ചയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെയൊക്കെ ഓർക്കുക. മലയാളം പ്രോഗ്രാം, ഇംഗ്ലീഷ് പ്രോഗ്രാം ആണല്ലോ ഉള്ളത്. പഞ്ചാബി ജനങ്ങൾക്കൊക്കെ ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ പഞ്ചാബി ഭാഷയിൽ അല്ലെങ്കിൽ ഹിന്ദി ഭാഷയിലൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് അവിടെ ചെറുതായിട്ടൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇനിയും വളരേണ്ടതുണ്ട്. അപ്പോൾ ശാലോം TV സംഘാടകർക്കും ഒരു അവസരമാണ് മറ്റു ഭാഷകളിലേക്ക് വരുവാനും. പ്രേക്ഷകരായിട്ടുള്ളവര് തീർച്ചയായിട്ടും പ്രാർത്ഥന സഹായവും പ്രോത്സാഹനവും ശാലോം TVക്കും സഭയ്ക്കും ജലന്ധർ രൂപതയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തേനലും കൊച്ചു കുഞ്ഞേ കെലുകിലം ചെയ്തെടുങ്കൺമണിയേ, പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ. ചാരേ കിഴക്ക് സൂര്യൻ മലകളിൽ കുങ്കുമം ചാത്തിടുമ്പോൾ, ദൂരെ കുന്നു കയറി വിളകൊയ്യാൻ പോക നീ വന്നിഴകേ. കറുപ്പുമേശി ഇളഭൂവി കുരിരു മൂടിടുമ്പോൾ, മഞ്ഞുമഴ സഹിപ്പാൻ പുതുമതം ഉള്ളി വേഗം വളരൂ. നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാൻ ആളുകളിലധികം, സ്നേഹത്തിൻ ഗാനം പാടി